ആംപ്ലിഫയർ ആണ്. നമ്മളൊരു 6 ഇഞ്ചിന്റെ ക്യാബിനറ്റിൽ, അതായത് ഹൈറ്റ് വരുന്നത് നമുക്ക് 6 ഇഞ്ചാണ്, ഡെപ്ത് വരുന്നത് നമുക്ക് ബാക്കിലേക്ക് നല്ല ഡെപ്ത് വരുന്ന ജിടെക്കിന്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു മെറ്റൽ ബോഡിയിൽ തീർത്ത ഒരു ക്യാബിനറ്റ് ആണിത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ FT003യും FT004Gയും, അതായത് വലിയ ഡിസ്പ്ലേ വരുന്ന ഒരു നമ്മുടെ റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HDMI, ARC, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ഓക്സ്, ബ്ലൂടൂത്ത് ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്, USB വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മളുടെ ഒരു ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഗ്ലോസി മാറ്റ് ഫിനിഷ് ആണെങ്കിലും ഒരു 90% ഗ്ലോസിയും ഒരു 10% മാറ്റ് ഫിനിഷും വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ നോബുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നോബുകളെല്ലാം മെറ്റൽ നോബാണ്, അത് ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റൽ നോബുകളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു USB പോർട്ടാണ് ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബിന്റെ സെക്ഷൻ RBLന്റെ ക്ലാസ് ഡി ബോർഡ്, അതായത് 400 വാട്ട്സ് വരെ കിട്ടുന്ന ക്ലാസ് ഡി ബോർഡാണ് നമ്മൾ ഇവിടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോർഡുകൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം കസ്റ്റമറിന് JBLന്റെ 2 സബ് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന 52001943യുടെ 5 ചാനൽ ബോർഡാണ്. അതായത് ഓരോ ചാനലിലും 100 വാട്ട്സ് വെച്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആംപ്ലിഫയറിന്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ആ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്ക്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ട്സ് നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റ് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പവർ സപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. നമ്മൾ ഇതിൽ 2 ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, 2 അല്ല, മൊത്തത്തിലൊരു 4 ടാപ്പിംഗ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ RBL+ൻ്റെ ഈ ഒരു ക്ലാസ് ഡി ബോർഡിലേക്കുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ ഒരു 35035 നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ 5 ചാനൽ ബോർഡ്, ഇത് 52001943യുടെ ബോർഡാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 25025 ഈ 2 സെക്ഷനിലായിട്ടാണ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബിന് വേണ്ടി ഒരു 8 ആംപിയറും നമ്മളുടെ ഈ 5 ചാനൽ ബോർഡിന് വേണ്ടി നമ്മൾ 5 ആംപിയറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പക്കയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ഒരു 12012 ഈ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയും മറ്റൊരു 12012ൻ്റെ ഇത് വരുന്നത് നമ്മളുടെ റിമോട്ട് കിറ്റിന് വേണ്ടിയും പിന്നെ ഫാനിന് ലൈറ്റിന് വേണ്ടിയും മറ്റൊന്നും വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇതും RBL+ൻ്റെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. നമുക്കിപ്പം ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളുടെ ആംപ്ലിഫയറിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ് സ്റ്റാർട്ടറാണിത്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പവർ സപ്ലൈയിൽ നമുക്ക് 2 സ്റ്റേജാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് 6800 മൈക്രോഫാരറ്റിൻ്റെ 63 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ 4 എണ്ണം വെച്ചിട്ടുള്ള ഈ ഒരു പവർ സപ്ലൈ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ 5 ചാനൽ ബോർഡിന് വേണ്ടിയും 15000ൻ്റെ 2 കപ്പാസിറ്ററാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും 63 വോൾട്ടാണ്. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സബിൻ്റെ സെക്ഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിളായിട്ടുള്ള ആ ഒരു വോൾട്ടേജ് നമുക്ക് ഇതിൽ നിന്നും കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എക്സോബാസ്, അതായത് നമ്മളുടെ ഫ്യൂടെക്കിൻ്റെ FT004G റിമോട്ട് കിറ്റാണ് വലിയ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ G ആണെങ്കിലും അല്ലാതെ FT004 ആണെങ്കിലും ഇതിനെല്ലാം കോമൺ ആയിട്ട് വരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ബോർഡ് ഇത് തന്നെ സെയിം ആണ്, എക്സോബാസ് ബോർഡാണ് വരുന്നത്. അത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഫ്യൂടെക്കിൻ്റെ തന്നെ ഡീകോഡറാണ്, അതായത് FT003 HDMI, ഒപ്റ്റിക്കലോ, കോയാക്സിൽ, ഓക്സ് ഇതൊക്കെ വരുന്ന നമ്മളുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ബോർഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു സബ് ഫിൽറ്റർ ബോർഡ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ 2 സബിൻ്റെ ബോർഡിന് വേണ്ടിയാണ്, RBL+ൻ്റെ അവരുടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയും നല്ലൊരു പഞ്ച് ബേസും നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ 2 കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയായിട്ട്, ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമ്മൾ 2 കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ ബോർഡിലേക്ക് നമ്മൾ കാറ്റ് വരുന്ന രീതിയിലും ഇത് എക്സോസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും ഉള്ള ഹീറ്റായിട്ടുള്ള ചൂട് വെളിയിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാനിത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശത്തെ കാഴ്ചകൾ. ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഫാൻ വന്നിട്ടുണ്ട്. ആ ഫാനിന് ഓൾറെഡി ഗ്രില്ലുള്ളതാണ് എങ്കിൽ പോലും നമ്മളൊരു ഭംഗിക്ക് വേണ്ടി വീണ്ടും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 2 ഗ്രില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇൻപുട്ട് ഇത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, ഇവിടെ കോയാക്സിൽ വരുന്നുണ്ട്, ഇവിടെ HDMI ARC വരുന്നുണ്ട്, പിന്നെ മാനുവലായിട്ടുള്ള ഒരു സെലക്ടർ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓക്സ് വരുന്നത് TV, DVD, DTH ഇങ്ങനെയാണ് ഓക്സ് വരുന്നത്, ഓക്സ് ഇൻപുട്ടുകൾ. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബനാന സോക്കറ്റുകളെല്ലാം തന്നെ നമ്മൾ ഗോൾഡ് പ്ലേറ്റിലുള്ള ബനാന സോക്കറ്റുകളാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ് 1, സബ് 2 ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു AC കോഡ്, ഇത് കമ്പ്യൂട്ടർ AC കോഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇൻബിൾട്ടായിട്ട് തന്നെ ഫ്യൂസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്യൂസ് വെക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെ നമുക്ക് 2 ഡബിൾ പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് സ്റ്റാർട്ടറിനകത്ത് വീണ്ടും ഒരു ഫ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ ശ്രമിക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.